വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഉപയോഗിച്ചിട്ട് ക്യാഷ് വിഡ്രോവൽ ചെയ്തിട്ടുള്ള കുറച്ച് ആപ്ലിക്കേഷൻ ഉണ്ട്. അതിൽ പ്രധാനമായിട്ടും 3 ആപ്ലിക്കേഷനാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്ത് തരാൻ പോകുന്നത്. ഈ ഒരു ആപ്ലിക്കേഷൻ എല്ലാം തന്നെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്, ക്യാഷ് വിഡ്രോവൽ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ധൈര്യമായിട്ട് പറയുന്നത് നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം. പക്ഷേ ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് തന്നെ ഹ്യൂജ് എമൗണ്ട് ഒന്നും നിങ്ങൾ പ്രതീക്ഷിക്കരുത്. കുഞ്ഞു എമൗണ്ട്, അത്യാവശ്യം നല്ല പോക്കറ്റ് മണിയൊക്കെ നമുക്ക് ഇതിൽ നിന്ന് വിഡ്രോവൽ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഒന്നെങ്കിൽ ഈ ഒരു 3 ആപ്ലിക്കേഷൻ ഒരുപോലെ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു എമൗണ്ട് വിഡ്രോവൽ ചെയ്തെടുക്കാൻ പറ്റും. അല്ലാതെ 1-2 ആപ്ലിക്കേഷനൊക്കെ യൂസ് ചെയ്താൽ അത്യാവശ്യം 250, 330 രൂപയൊക്കെ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ ഒരു ആപ്ലിക്കേഷനകത്ത് തന്നെ വർക്ക് ചെയ്യാതെ 1-2 അങ്ങനെ 3 ആപ്ലിക്കേഷനൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ട് ഒരുപോലെ വർക്ക് ചെയ്താൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല എമൗണ്ട് വിഡ്രോവൽ ചെയ്തെടുക്കാൻ പറ്റും. അപ്പം ഇന്ന് ഞാൻ വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാൻ പോകുന്നത് ഞാൻ ഉപയോഗിച്ച് വിഡ്രോവൽ ചെയ്തിട്ടുള്ള 3 ആപ്ലിക്കേഷൻ്റെ ഡീറ്റെയിൽസ് ആണ് ഞാൻ ഷെയർ ചെയ്ത് തരാൻ പോകുന്നത്. അപ്പം ഞാൻ വലിയ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല, ജസ്റ്റ് ആപ്ലിക്കേഷൻ ഏതാണെന്നും അതിൻ്റെ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരുപാട് ബോറടിപ്പിക്കാതെ വീഡിയോ അങ്ങ് നിർത്താം. അതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കമൻറ്റ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഉള്ള നോട്ടിഫിക്കേഷൻ ബട്ടൺ ലഭിച്ച് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഫസ്റ്റ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാൻ പോകുന്ന ആപ്ലിക്കേഷൻ ഏതാണെന്ന് വെച്ചാൽ മണി ഏണിംഗ് സാപ്പ് ചില്ലർ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ എന്നല്ല, എല്ലാ ആപ്ലിക്കേഷനും നിങ്ങൾക്ക് ഗൂഗിളിൽ ചെന്നിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ആപ്ലിക്കേഷൻ്റെ ഒരു ഇൻ്റർഫേസ് വരിക ഇങ്ങനെ ആയിരിക്കും. ഇവിടെ നിങ്ങൾക്ക് ഗെയിം, സ്പിൻ ആൻഡ് വീല് ഗെയിം, അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം, അതുപോലെ തന്നെ ഓഫേഴ്സ് കംപ്ലീറ്റ് ചെയ്യാം, ഫ്രണ്ട്സിനൊക്കെ റെഫർ ചെയ്തിട്ട് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരുപാട് രീതിയിൽ ഇവിടെ വർക്ക് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം ഗെയിമും അതിൻ്റെ എല്ലാ ഓപ്ഷൻസും അവിടെ തന്നെ നിങ്ങൾക്ക് ഹോം പേജിൽ കാണാൻ പറ്റുന്നതാണ്. അപ്പം മെയിനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്താൽ ഒന്ന് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുമ്പോൾ കോയിൻസ് കാണും. ആ കോയിൻസ് അവർ പറയുന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന്, ചിലപ്പം ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് രജിസ്റ്റർ ചെയ്യുക, അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ ആധാർ കാർഡ് അങ്ങനത്തെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുക, അങ്ങനത്തെയൊക്കെ ആയിരിക്കും. അപ്പം നിങ്ങൾ നോക്കിയിട്ട് ആധാർ കാർഡ് അങ്ങനത്തെ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് കൊടുക്കേണ്ടാത്ത ആപ്ലിക്കേഷനൊക്കെ ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നേരെ അവർ ഇത്ര കോയിൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അത് നമ്മുടെ നമ്മൾ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് അവർ പറഞ്ഞിരിക്കുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ നമ്മൾ പാലിച്ച് കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് കോയിൻസ് കയറും. അതുപോലെ തന്നെ നമുക്ക് സ്പിൻ ആൻഡ് വീൽ ഓപ്ഷൻ ഉണ്ട്, അത് നമുക്ക് ചെയ്യാൻ പറ്റും. അതല്ലാതെ ഗെയിമുണ്ട്, അത് കളിക്കാം. പിന്നെ ഫ്രണ്ട്സിന് റെഫർ ചെയ്തിട്ട് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരുപാട് രീതിയിൽ വർക്ക് ചെയ്തിട്ട് ഈ ഒരു ചില്ലർ ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ട് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ സൈനപ്പ് പ്രൊസീജിയർ വരിക, മെയിൽ ID, ഫോൺ നമ്പർ കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സൈനപ്പ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ താല്പര്യമുള്ളവർ ട്രൈ ചെയ്ത് നോക്കുക. ഇതൊരു നല്ലൊരു ആപ്ലിക്കേഷനാണ്. പിന്നെ വന്നിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഏൺ മണി ഓൺലൈൻ ഇൻ ക്യാഷ് ആപ്പ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഇതും ഞാൻ യൂസ് ചെയ്തിട്ട് വിഡ്രോവൽ ചെയ്തിട്ട് എടുത്തിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. ഇതും നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. ഒരുപാട് ഇതിനകത്ത് കാണും. അതാണ് ഓഫേഴ്സ് എന്ന് പറഞ്ഞ് കാണിക്കുക. അത് നമ്മൾ ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്തിട്ട് അവർ പറയുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻ പാലിക്കുക. അപ്പോൾ അതിൻ്റെ നേരെയുള്ള പൈസ അല്ലെങ്കിൽ കോയിൻസ് നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആകുന്നതാണ്. ചിലപ്പം ഗെയിമിൻ്റെ ആപ്ലിക്കേഷനാവും. അപ്പോൾ ഗെയിമിനകത്ത് ഏതൊക്കെ ലെവൽസ് അവർ പറഞ്ഞിട്ടുണ്ടോ ആ ലെവൽസ് എല്ലാം കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് കോയിൻസ് ആഡ് ആകത്തുള്ളൂ. നമുക്ക് ഇതിൽ നിന്ന് വിഡ്രോവൽ ചെയ്യാൻ പറ്റുക പേപ്പാൽ വഴിയും, അതുപോലെ തന്നെ ബീറ്റ കോയിൻസ്, ഗിഫ്റ്റ് കാർഡൊക്കെ ആയിട്ട് നമുക്ക് ഇതിൽ നിന്ന് ക്യാഷ് വിഡ്രോവൽ ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ നമുക്ക് ഡെയിലി റിവാർഡ്സ് ഒക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് ക്ലെയിം ചെയ്തെടുക്കാൻ പറ്റും. ഫ്രണ്ട്സിനൊക്കെ റെഫർ ചെയ്തിട്ട് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. സ്പിൻ ആൻഡ് വീലുണ്ട്, അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്തിട്ട് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ തന്നെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇമെയിൽ ID ഒക്കെ കൊടുത്തിട്ട് സൈനപ്പ് ചെയ്യുക, ലാംഗ്വേജ് സെലക്ട് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് നല്ലൊരു എമൗണ്ട് വിഡ്രോവൽ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ താല്പര്യമുള്ളവർ ഇതും ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു ആപ്ലിക്കേഷനാണ്. പിന്നുള്ളതെന്ന് പറഞ്ഞാൽ ഞാൻ ഉപയോഗിച്ചിട്ട് എനിക്ക് വിഡ്രോവൽ ചെയ്ത് കിട്ടിയിട്ടുള്ള ഇതാണ്
ക്യാപ്ചയിൽ ഞാൻ വർക്ക് ചെയ്തിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതും നല്ലൊരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഇതിൽ നമ്മൾ എന്ത് ചെയ്യുക, ക്യാപ്ച എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, മെയിൽ ഐ ഡി കൊടുത്തിട്ട് സൈനപ്പ് ചെയ്യുക. സൈനപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ അവിടെ ടാസ്ക് ഓഫറുണ്ട്, സർവേ ഓഫറുണ്ട്, ഏൺ ടിക്കറ്റ്, ഗെയിം, അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അപ്പം നമ്മൾ ആദ്യമേ ടിക്കറ്റ് ഏൺ ചെയ്യണം. ടിക്കറ്റ് ഏൺ ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഓരോ ടിക്കറ്റ് ഏൺ ചെയ്യുക. ഓരോ ടിക്കറ്റ് ഏൺ ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഗെയിം കളിക്കണം. അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, ക്യാപ്ചാസ് ടൈപ്പ് ചെയ്യുക. നിങ്ങൾക്കറിയാമല്ലോ ക്യാപ്ച എങ്ങനത്തെയാണ്. ക്യാപ്ച ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മൾ ഓരോ ടിക്കറ്റ് ഏൺ ചെയ്യുക. ഏൺ ചെയ്ത് കഴിയുമ്പം ആ ടിക്കറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സൂപ്പർ ഓഫർ കംപ്ലീറ്റ് ചെയ്യുമെന്ന് വെച്ചാൽ നമുക്ക് അൺബോക്സ്, ഗിഫ്റ്റ് ബോക്സ് നമുക്ക് അൺബോക്സ് ചെയ്യാൻ പറ്റും. അതിനകത്ത് ഒരു ആപ്ലിക്കേഷൻ കാണും, അത് ഡൗൺലോഡ് ചെയ്തിട്ട് അപ്പോൾ എത്ര മിനിറ്റ് നമ്മൾ അതിൽ സ്റ്റോർ ചെയ്യണം, ആപ്ലിക്കേഷൻ വെക്കണമെന്നുള്ളത് അവർ പറയും. അത്രയും നേരം നമ്മൾ ആ ഒരു ആപ്ലിക്കേഷൻ ഫോണിൽ സ്റ്റോർ ചെയ്ത് വെക്കുക. കോയിൻസ് ആഡ് ആയി കഴിഞ്ഞാൽ നമുക്കത് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാൻ പറ്റും. അങ്ങനെയാണ് അതിൻ്റെ പ്രൊസീജിയർ വരുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ടിക്കറ്റ് ഏൺ ചെയ്യാനായിട്ട് കളിക്കുന്നതാണ് ഈ ഒരു ക്യാപ്ച. അങ്ങനെ ക്യാപ്ച കളിച്ചിട്ട് നമുക്ക് ഈ ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. അപ്പം മിനിമം എമൗണ്ട് ആയി കഴിഞ്ഞാൽ അവിടെ ഒരു ടൈമറുണ്ട്. ആ ടൈമിനുള്ളിൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് അത് ക്യാഷ് ആയിട്ട് വാലറ്റ് ക്രെഡിറ്റ് ആകുന്നതാണ്. നമുക്കൊരു മിനിമം ഒരു 35 ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വിഡ്രോവൽ ചെയ്തെടുക്കാൻ പറ്റും. ഒരു 4-5 തവണ ഞാൻ ഇതിൽ നിന്ന് ക്യാഷ് വിഡ്രോവൽ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾക്കിത് യൂസ് ചെയ്യാം. അപ്പം എല്ലാ ആപ്ലിക്കേഷൻ്റെ പേരും അതുപോലെ തന്നെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ഞാൻ സ്ക്രീൻഷോട്ടായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് നോക്കിയിട്ട് ആപ്ലിക്കേഷൻ ഏതാണെന്ന് ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ താല്പര്യമുള്ളവർ ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു അടിപൊളിയായിട്ടുള്ള 3 ആപ്ലിക്കേഷനാണ്. നമുക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാം. അപ്പം താല്പര്യമുള്ളവരെല്ലാം ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ, സീ യു.